കർണാടക ഗവർണറെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് കോൺഗ്രസിൻ്റെ ഭരണം അട്ടിമറിക്കാൻ നോക്കിയ BJPക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സിദ്ധാരാമയ്യയെ തൊടുന്നതിന് മുൻപ് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി സിദ്ധാരാമയ്യയെ തൊടുന്നതിന് മുൻപ് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് അകത്തു പോകേണ്ടി വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മൂഡ അഥവാ മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭൂമി അഴിമതി കേസിൽ ഒരു കേസ് പോലും പേരിലില്ലാതിരുന്നിട്ടും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. വലിയ കോലാഹലമാണിത് സംസ്ഥാനത്ത് സൃഷ്ടിച്ചത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഈ നടപടിക്കെതിരെ കർണാടക സർക്കാർ കോടതിയെ സമീപിക്കുകയും ഗവർണറുടെ ഈ അനുമതിയിൽ ഈ മാസം 29 വരെ സിദ്ധാരാമയ്യക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ലെന്നും ഹൈക്കോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകുന്നതും നമ്മൾ കണ്ടു. താൻ പ്രതിയോ പങ്കാളിയോ അല്ലാത്ത ഒരു ഭൂമി ഇടപാട് കേസിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ അദ്ദേഹത്തിൻ്റെ നടപടി ചട്ടവിരുദ്ധമാണെന്നും രാഷ്ട്രീയ പകപോക്കലാണെന്നും കാണിച്ചായിരുന്നു സിദ്ധാരാമയ്യ ഹർജി നൽകിയത്. ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതിയിലെ കേസ് നടപടികളെല്ലാം അതോടെ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. അതായത് കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള BJPയുടെ നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് BJPക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ്. മോദി സർക്കാരിൻ്റെ കർണാടകത്തിലെ മുഖമാണ് HD കുമാരസ്വാമി. BJP അല്ല, JDS നേതാവാണെങ്കിലും ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിയാക്കിയാണ് കുമാരസ്വാമിയെ നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് സ്വീകരിച്ചത്. വെറും 2 ലോക്സഭാ സീറ്റ് മാത്രമുള്ള കുമാരസ്വാമിയെ 10 സീറ്റുകൾ ഉള്ളവരെക്കാളും പരിഗണന നൽകി മോദിയും BJPയും സംരക്ഷിക്കുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. രാഷ്ട്രീയത്തിലെ കുതിരക്കച്ചവടത്തിൻ്റെയും നെറികേടിൻ്റെയും ആശാനാണ് കുമാരസ്വാമി എന്നത്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ എന്തെങ്കിലും നെറികേട് കാണിച്ച് അട്ടിമറിക്കാൻ കുമാരസ്വാമിക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ് BJP ചെയ്തത്. അതിനാണ് ബംഗളൂരു മൈസൂർ പദയാത്ര കോൺഗ്രസ് സർക്കാരിനെതിരെ കഴിഞ്ഞ മാസം ഇവർ നടത്തിയത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ പാളുകയാണ്. കുടുങ്ങാൻ പോകുന്നത് ഇനി കേന്ദ്രമന്ത്രി സാക്ഷാൽ കുമാരസ്വാമിയാണ്. അതായത് സിദ്ധാരാമയ്യയുടെ കേസെടുക്കുന്നതിന് മുൻപ് കുമാരസ്വാമിയെ പൊക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കാരണം കുമാരസ്വാമി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2007 ബെല്ലാരിയിലെ സിംഗൂരിൽ സായ് വെങ്കടേശ്വര മൈൻസ് ആൻഡ് മിനറൽസ് എന്ന സ്ഥാപനത്തിന് ഖനനം നടത്താൻ വേണ്ടി 550 ഏക്കർ അനുവദിച്ച കുമാരസ്വാമി നടത്തിയത് ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന് ലോകായുക്ത കണ്ടെത്തിയിട്ട് വർഷങ്ങളായി. അതുപ്രകാരം 23/11/2023 കുമാരസ്വാമിയെ വിചാരണ ചെയ്യാൻ അനുമതി ചോദിച്ചുകൊണ്ട് ലോകായുക്ത ഇതേ ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും BJP സഖ്യത്തിലെത്തിയിരുന്ന കുമാരസ്വാമിയെ ഗവർണറും BJPയും ചേർന്ന് ഇതുവരെ സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ അത് കർണാടക സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപ്രകാരം ലോകായുക്തയുടെ SIT അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന് തയ്യാറായി കഴിഞ്ഞു. IG ചന്ദ്രശേഖർ IPSന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ 58 അന്വേഷണ ഉദ്യോഗസ്ഥരാണുള്ളത്. കുമാരസ്വാമിക്കെതിരെ ചാർജ് ഷീറ്റ് തയ്യാറാക്കാൻ അവർ രണ്ടാമതും അനുമതി തേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു രക്ഷയുമില്ല എന്നതാണ് അവസ്ഥ. 550 ഏക്കറെ അനധികൃത ഖനനത്തിനായി സ്ഥലം അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യം പകൽ പോലെ വ്യക്തമായ സ്ഥിതിക്ക് കർണാടക ലോകായുക്ത കുമാരസ്വാമിക്കെതിരെ വലിയ നടപടിയിലേക്കാണ് കടക്കുന്നത്. അഴിമതി വിരുദ്ധ നിയമ സംവിധാനം എന്ന നിലയ്ക്ക് സാധാരണ തന്നെ ലോകായുക്തയുടെ ഒരു പരാമർശമുണ്ടായാൽ തന്നെ തൽക്ഷണം ആ പദവി ഏതു മന്ത്രിയായാലും രാജിവെക്കുകയാണ് പതിവ്. നമുക്കറിയാം BS യെദ്യൂരപ്പയെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ലോകായുക്തയുടെ പരാമർശം കൊണ്ട് രാജിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്കെല്ലാം നീങ്ങുന്നതിന് മുൻപ് കേന്ദ്രമന്ത്രിയുടെ രാജി ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ 100 ദിവസം തികയ്ക്കുന്നതിന് മുൻപ് തന്നെ കുമാരസ്വാമിയുടെ രാജി ഉണ്ടാകുമോ എന്ന കാര്യവും BJP ക്യാമ്പുകളെ ആശങ്കയിലാക്കുന്നു.